അപ്പോൾ ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരിക്കലും ചെമ്മണ്ണൂർ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ പറ്റി പറയാതെ പോകാൻ പറ്റില്ല. കാരണം പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ഇപ്പം അവർക്ക് സ്റ്റാഫിനെ പേടിയോ അല്ലെങ്കിൽ അവർ വിശ്വാസമില്ല, അവർ സ്റ്റാഫിന് വിശ്വാസമില്ല. പക്ഷേ ഇവിടെ ചെമ്മണ്ണൂർ ഗ്രൂപ്പിൽ വന്ന സമയത്ത് അത് നേരെ തിരിച്ചാണ്, സ്റ്റാഫാണ് മെയിൻ. എന്താണ് ബോച്ചയുടെ ഒരു മന്ത്രം, ഈ സ്റ്റാഫിനെയൊക്കെ ഇങ്ങനെ കൂടെ നിർത്തുന്ന ഒരു മന്ത്രം എന്താണ്? നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഓക്സിജൻ ശ്വസിച്ചിട്ടാണ് എന്ന് പറഞ്ഞ പോലെ ഒരു ബിസിനസിന്റെ ഓക്സിജൻ ജീവനാണ് സ്റ്റാഫ്. സ്റ്റാഫ് ഇല്ലാണ്ട് നമ്മളൊരു വ്യക്തി എന്തോരം കഴിവുണ്ടെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വിശ്വസ്തരായ സ്റ്റാഫ് ഉണ്ടാവുക എന്നതാണ്. പിന്നെ അവരെ നമ്മൾ പഠിപ്പിക്കണം. അവരെ പഠിച്ചിട്ട് അവർ ഇത് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർ ചെയ്യണം സിസ്റ്റമാറ്റിക് ആയിട്ട്. ഇപ്പം ഞാൻ മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു കടയിട്ടിട്ട് ഞാൻ ഇരിക്കേണ്ടി വരും. ഈ 17 തരം ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ, പല രാജ്യത്ത് ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ അവർക്ക് വിട്ടുകൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കടിഞ്ഞാണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കുറച്ച് ലൂസാക്കി കൊടുക്കണം. വല്ലാണ്ട് ലൂസാകുമ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഇത് നടത്താൻ പറ്റുള്ളൂ. എൻ്റെ കൂടെയൊക്കെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള സ്റ്റാഫ്, 30 വർഷം പഴക്കമുള്ള സ്റ്റാഫുകളുണ്ട്. അവരൊക്കെ നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. ചിലർ വന്ന് 6 മാസം കൊണ്ട് പോകും. അത് അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിച്ച് ചാടി നടക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്കൊരു ഗുണമില്ല, അവർക്കും ഗുണമില്ല, വേറെ ആർക്കും ഗുണം ഉണ്ടാവില്ല.